റിട്ടയർമെന്റ് ഫണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒന്ന് ലൈഫ് എക്സ്പെക്റ്റൻസിയാണ്, അതായത് ലോങ്ങർ ലൈഫ്. ഇന്ന് പണ്ടത്തെ പോലെയല്ല. ഇന്ന് എന്താ കേരളത്തിലായാലും ഇന്ത്യയിൽ മൊത്തം നോക്കിയാൽ ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മിനിമം ഒരു 80-85 വയസ്സ് വരെയും ആളുകൾ യാതൊരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്ന ഒരു ലോങ് ലൈഫാണ് അല്ലേ. അപ്പൊ ആ ലോങ് ലൈഫിലേക്ക് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എക്സ്പെൻസിനുള്ള ഫണ്ട് നമ്മൾ തീർച്ചയായിട്ടും കരുതേണ്ടതുണ്ട്. അതാണ് ഒരു ഫാക്ടർ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിന് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു. ഇനി അടുത്ത ഒരു അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഹെൽത്ത് സ്റ്റാറ്റസ് ആണ്. അപ്പോൾ നമ്മൾ ഹെൽത്ത് കെയർ നീഡ്, അത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, റിട്ടയർമെന്റ് ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് കെയർ തന്നെയാണ് അല്ലേ. നമ്മൾ പ്രായമാവും തോറും പല ഇഷ്യൂസ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവും. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ അതിന് വേണ്ട കരുതലുകൾ നേരത്തെ എടുക്കണം. എന്തെങ്കിലും ഒരു എമർജൻസി മെഡിക്കൽ സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ നമ്മൾ പ്രതിരോധിക്കും എന്ന് നമ്മൾ കരുതൽ നടപടികൾ നേരത്തെ എടുക്കണം. അപ്പം ഈ ഒരു കാര്യവും റിട്ടയർമെന്റ് ലൈഫിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഫണ്ടിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ലൈഫ് സ്റ്റൈൽ ചോയ്സ്. നമ്മൾ ഇത്രയും നാളും ജീവിച്ച ആ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ചിലപ്പോൾ പിന്നീട് അങ്ങോട്ട് തുടരാനായിട്ട് സാധിക്കണം എന്നില്ല. നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടല്ലേ. നമ്മളത് ചിലപ്പോൾ ഇത്രയും നാളും ജോലിക്ക് പോയിരുന്ന ഒരു സമയത്ത് എന്നാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഭക്ഷണം, അതല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഒരു ജീവിത രീതി പിന്നെ റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ അത് തുടരാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ജോലിക്ക് പോകേണ്ട അവസ്ഥയല്ല. അപ്പൊ ഇന്നലെ വരെ ജോലിക്ക് പോയിരുന്ന ഒരാൾ പിറ്റേ ദിവസം തുടങ്ങി റിട്ടയർമെന്റ് ആയി കഴിയുമ്പോൾ പിന്നെ ജോലിക്ക് പോകേണ്ട അത് ആവശ്യമില്ല. അപ്പൊ അതിന് വേണ്ട കരുതലൊന്നും വേണ്ട. അങ്ങനെയുള്ള പല മാറ്റങ്ങൾ നമ്മുടെ, അത് മാനസികമായി പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യവുമാണ്. നേരത്തെ കുറെ നാൾ ജോലിക്ക് പോയിട്ട് പിന്നെ അങ്ങോട്ട് ജോലിക്ക് പോകാണ്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറുക എന്ന് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ മനസ്സിനെയൊക്കെ നമ്മൾ പാകപ്പെടുത്തി എടുക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പതുക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താം. നമുക്ക് കുറച്ച് മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ശീലമാക്കാം. നമ്മുടെ കൂട്ടുകാരെ കാണാൻ പോകാം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഇൻഫ്ലേഷനാണ്, പണപ്പെരുപ്പം. ഇന്ന് നമുക്ക് ആലോചിച്ചറിയാം, നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ചെലവഴിക്കാൻ നമുക്ക് കിട്ടിയിരുന്നത് ₹1 നാണയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നും വ്യത്യാസപ്പെട്ട് ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് 100 രൂപയായിരിക്കുന്നു. അപ്പോൾ അതുപോലെ ഒരു 10-20 വർഷം കഴിഞ്ഞ് നമ്മൾ റിട്ടയർഡ് ആവുന്ന ആ സമയത്തും നമുക്ക് അവിടെ പണപ്പെരുപ്പം എത്രത്തോളം ആകും, എന്താണെന്നൊക്കെയുള്ള മൂല്യം എന്താണെന്ന് മാറ്റം വരിക എന്നൊക്കെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഉണ്ടാവണം, ഒരു കരുതൽ നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഡെപ്റ്റ് ആൻഡ് ലയബിലിറ്റീസ്. നമുക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ പലവിധ ഡെപ്റ്റുകളുണ്ടാവും, കടങ്ങളുണ്ടാവും അല്ലെ. ലോണ്, EMI അടച്ചു പോകുന്നവരുണ്ട്, വീട് വച്ചതിൻ്റെ ലോൺ ഉണ്ടാവും, വാഹനം വാങ്ങിയതിൻ്റെ ലോൺ ഉണ്ടാവും, പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ചിലരൊക്കെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. വലിയൊരു ബർഡനാണ്. അതിനെക്കുറിച്ചൊരു ഇത് നമ്മൾ പിന്നീട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അതുമാതിരിയുള്ള നമ്മുടെ EMI, നമ്മുടെ നിത്യ ചെലവിലേക്കൊക്കെ വരുന്ന പല ക്രെഡിറ്റ് കാർഡ് EMI, അങ്ങനെ പല EMI ലോണൊക്കെ നമുക്ക് ഉണ്ടാവും. അത്തരം ഒബ്ലിഗേഷൻസ് ഒക്കെ നമ്മുടെ റിട്ടയർമെന്റ് ഫണ്ടിനെ ബാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അതൊക്കെ ആദ്യമേ തന്നെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഡിപ്പെൻഡന്റ്, നമുക്ക് നമ്മുടെ പാരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സഹോദരങ്ങളോ അങ്ങനെയുള്ളവരുണ്ടാവും, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ, പിന്നെ നമ്മുടെ കുട്ടികൾ, കുടുംബം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് കണ്ടീഷനാണ് നമുക്ക് ഒരു കിട്ടുന്ന, അതായത് എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഡെപ്പോസിറ്റുകൾ, സേവിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഇടയ്ക്ക് മാറി മറിഞ്ഞൊക്കെ വരും. അപ്പം അത് നമ്മൾ കണക്ക് കൂട്ടണം. നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് ഇത്രയേ ഉള്ളൂ. അതുപോലെ ചിലർ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സേവ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് അത് അതിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ റിട്ടയർമെന്റ് ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ കണക്കാക്കിയിട്ട് വേണം ഒരു റിട്ടയർമെന്റ് ഫണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.